ഇന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്നത് LDF എന്ന മുന്നണിയാണ്. അതിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് പിണറായി വിജയൻ വാഴുന്നത്. എന്നാൽ ഇതേ മുന്നണിയായ LDF-ൽ കടുത്ത ഭിന്നതയാണ്, രൂക്ഷമായ ഭിന്നതയാണ്, തമ്മിൽ തല്ലാണ്. CPI, CPM എന്ന പ്രബലരായ രണ്ടു പാർട്ടികളും ഇപ്പോൾ രണ്ടു വഴിക്ക് തല്ലിപ്പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിനകത്ത് എന്തെങ്കിലും വിള്ളലുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ പൊടിപ്പും തുങ്ങലും ചേർത്ത് പറയുന്നവർ പക്ഷേ ഇപ്പോൾ തല്ലിപ്പിരിഞ്ഞു പോകേണ്ട ഗതികേടിലായിട്ടുണ്ട്. മൂന്നാമൂടം ഉറപ്പിച്ച് വലിയ പന്തല് കെട്ടി ഈ സർക്കാരിന്റെ വികസന വാദങ്ങളെ തുള്ളിമുറിയാതെ പറഞ്ഞ് പാടി നടക്കുന്നതിനിടയിലാണ് CPIയും CPIMും തമ്മിൽ ഇപ്പോൾ തല്ലിപ്പിരിയുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആവാം ജോസ് കെ മാണിയെ പോകാതെ നോക്കണം, കൈവിടാതെ നോക്കണം എന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പാർട്ടിയിലുള്ള ഓരോരുത്തരോടുമായി പറഞ്ഞു വെക്കുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല CPIയും CPMും തമ്മിൽ കിടപിടിക്കുന്നത്. ഈ സർക്കാരിന്റെ കൊടുകാര്യസ്ഥതയിൽ മാറാപ്പു ചുമക്കാൻ പലപ്പോഴും ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ തയ്യാറായിട്ടില്ല. പലപ്പോഴും ഈ സർക്കാരിന്റെ ആഭ്യന്തരമടക്കം, ആരോഗ്യമടക്കം, വിദ്യാഭ്യാസമടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ പോലെ ഈ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് CPI എന്ന LDF മുന്നണിയിലെ പ്രബല പാർട്ടി തന്നെയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന കൂട്ടത്തർക്കവും തമ്മിൽ തല്ലും ഒടുക്കം തല്ലിപ്പിരിയലും ഒക്കെയാണ് ഇപ്പോൾ അതിന്റെ നേർചിത്രമായി നമുക്ക് കാണാൻ സാധിച്ചത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് LDF സംസ്ഥാന വ്യാപകമായി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച ന്യൂനപക്ഷ വോട്ടയ്ക്കെതിരെ പ്രതിഷേധ സദസ് കൊച്ചി മണ്ഡലത്തിൽ വെവ്വേറെ നടത്തി CPIയും CPMും. കൊച്ചിയിൽ ഇരു പാർട്ടികളും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായാണ് വെവ്വേറെ പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് വിവരം. CPM LDF ബാനറിൽ തോപ്പുംപടി പ്യാരി ജംഗ്ഷനിൽ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ CPI തോപ്പുംപടി KSEB ഓഫീസിന് സമീപമാണ് പരിപാടി സംഘടിപ്പിച്ചത്. രണ്ടു പരിപാടികളും ഒരേ സമയത്ത് തന്നെ അരങ്ങേറി. അതും വെവ്വേറെയായിട്ട്, രണ്ടു പന്തലുകളിലായിട്ട്, രണ്ടിടങ്ങളിലായിട്ട്, രണ്ടു കൂട്ടരുമായിട്ട്. ഇതിനു മുൻപ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് എന്ന ഉന്നത നേതാവിനെ മത്സരിപ്പിച്ചിട്ട് പോലും LDF മുന്നണി തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. ഇവിടെ തുടക്കം തൊട്ടു തന്നെ CPI ഇതിനെ എതിർത്തതാണ്. പക്ഷെ അവസാനം തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത് തീർച്ചയായും ഭരണവിരുദ്ധ വികാരം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ തോൽവിക്ക് കാരണമെന്നാണ്. ഒരിക്കലും ഭരണവിരുദ്ധ വികാരമല്ല എന്ന് CPM ആവർത്തിച്ചു പറയുന്നതിനിടയിലാണ് പന്ന്യൻ രവീന്ദ്രന്റെ ഈ കൊട്ടുകൊടുക്കൽ. അതിനു മുൻപ് തൃശൂർ പൂരം കലക്കലിൽ മുഖ്യമന്ത്രിയും RSS നേതാവും തമ്മിലുള്ള ബന്ധത്തെ മറ്റാരേക്കാളും ചോദ്യം ചെയ്തതും CPI തന്നെയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും VS സുനിൽകുമാർ പരാജയപ്പെടാൻ പോലും കാരണമായി CPI ചൂണ്ടിക്കാട്ടുന്നത് ഈ തൃശൂർ പൂരം കലക്കലും മുഖ്യമന്ത്രിയുടെ RSS ബന്ധവുമാണ്. ഇത്തരത്തിൽ LDF മുന്നണിക്കകത്ത് മുറുമുറുപ്പുകൾ കത്തിപ്പടരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ തമ്മിൽ തല്ലും ഒരുമിച്ച് നടത്തേണ്ട പരിപാടിയെ രണ്ടായി നടത്തിയതുമൊക്കെ ഇവിടെ എടുത്തു കാണിക്കേണ്ടതുമാണ്. ഇനി LDF എന്ന മുന്നണി രണ്ടു വഴിക്ക്.